പിള്ളേരെ അങ്ങനെ ഞാനും മണിയും കൂടിയാണ് ബസ് കയറിയിട്ടാ നേരെ പോകും നമ്മുടെ മാലിയേക്ക്. വെറുതെ റൂമിലിരുന്നപ്പോൾ അവൻ വിളിച്ചിട്ട് പറഞ്ഞു എങ്ങടെയും പോയാലോ എന്ന് ചോദിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ മാലിയ. കുവൈറ്റുള്ളവർ ഇപ്പോൾ പലതും ചിന്തിക്കും, കാരണം മാലി അത്രയും പ്രശസ്തമാണ്. പക്ഷേ നിങ്ങളുടെ ചിന്താഗതിയല്ല ഞങ്ങളുടെ ചിന്താഗതി. നമ്മുടെ മൈൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോവാ, സ്ഥലം കാണാൻ തിരിച്ചു വരും. അതാണ് നമ്മുടെ പ്ലാൻ. അതിനൊരു കാരണം കൂടി ഉണ്ട്, കാരണം ഞങ്ങൾ നല്ല കുട്ടികളാണ്. പാലത്തുമ്മ കയറി ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ്. അങ്ങനെ പാലം കടന്ന് ഞങ്ങൾ അപ്പുറത്തെത്തി നേരെ ഇറങ്ങി. നേരെ ബീച്ചിലേക്ക് പോകാന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും പിന്നാലെ ഞങ്ങളും നടന്നു. ഇത് കണ്ടപ്പോൾ നമ്മുടെ പൂരത്തിന് നമ്മുടെ രാമനും ഭീമനും കാളിയും കൂടി നിൽക്കണ പോലെ തോന്നി. ലാസ്റ്റ് വണ്ടി വന്ന പോലെ ഒരു രാമൻ്റെ ഒരു വരവുണ്ട്. ഒരു 1.5 വരവാണത്. രാമൻ്റെ വരവ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ മറ്റുള്ള വീഡിയോസ് കണ്ടാൽ മതി. അപ്പോൾ രാമൻ്റെ വരവും കാളിയുടെ വരവും ഒക്കെ കാണാം. അങ്ങനെ കുറച്ചു നേരം മീൻ പിടിക്കണം നോക്കി നിൽക്കാന്ന് വെച്ചിട്ട് നേരെ അങ്ങോട്ട് നടന്നു. മണി ആൾക്ക് കറക്റ്റ് ചൂണ്ടെറിയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മണി പിന്നെ പണ്ടേ ചൂണ്ടെറിയാൻ ഭയങ്കര മിടുക്കനാണ്. നാട്ടുകാരും പറയാറുണ്ട്, അവന്റെ വീട്ടുകാരും പറയാറുണ്ട്. ചുവടരണ ഭൂമി മുകളിൽ മഴക്കാറ് നരകമിതു ചൂടും കറുത്ത തലപ്പാവ് എരിയും. നമ്മളവിടെ നേരെ കോഴി ടവറിലേക്ക് പോകണം. അവിടെ ഫിറോസും സൽമാനും പാച്ചും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. മണ്ണിൽ പിറന്ന നിമിഷം തന്നെ അങ്ങനെ നമ്മൾ ബസ് കയറി. ബസ് ടവറിന്റെ അവിടെ കറക്റ്റ് എത്തില്ല, ഒരു 1.5 കിലോമീറ്റർ നമ്മൾ നടക്കണം. അവിടെ എത്തുമ്പോഴേക്ക് ഇരുട്ടായി. ഇരുട്ടത്താണ് സംഭവം കാണാൻ ഭംഗി. ടവർ ഇങ്ങനെ അകലെന്ന് കാണുമ്പോൾ തന്നെ ഒരു ഫീലാണ്. നമുക്ക് നമ്മുടെ വടക്കുന്നാഥം കാണുന്ന പോലെയാണ് അവിടെ ടവർ. അങ്ങനെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നവരും ബോറടിച്ച് നേരെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. പാച്ചു സൽമാൻ അലക്കി വിടുന്നുണ്ട്. അങ്ങനെ കുറച്ചേരം അത് കണ്ടതിന് ശേഷം ഞങ്ങളുടെ സ്വന്തം നാടായ ഫർവാനിലേക്ക് ഞങ്ങൾ തിരിച്ചു. 4 പേരിലാണ് ഞങ്ങൾ ടാക്സി വിളിച്ചാണ് തിരിച്ചു വന്നത്. വന്നതിന് ശേഷം ചില്ലി പോയിന്റിൽ പോയി ഒരു ചായയും കുടിച്ച് ഫിറോസിന്റെ തള്ളും കേട്ട് അങ്ങനെ നിന്നു. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ള അടുത്ത വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.